ഒരു നോയ്സോ ഒന്നും ജെർക്കിനെസോ ഒന്നും പുറത്തൊരു ഡ്രാമയും നമ്മൾ അറിയില്ല. കീ സാധാ വോൾസ്വാഗന്റെ ആ ഒരു ടൈപ്പ് കീ തന്നെയല്ലേ. ഇത് BS4 കാറാണ്. ലെയിൻ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്താലും വണ്ടി ഭയങ്കര ഗ്ലൂ ടു ദ റോഡാണ്. ഓക്കെ അല്ലേ? ഞാൻ എടുത്തോളാം. റിവ്യൂസിന്റെ അതിപ്രസരവുമായി റിവ്യൂ രസം. വെൽക്കം ടു ചാനൽ. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് Audi A3 TDI. സോ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കണം Audi A3 35 TDI എന്നാ വിളിക്കുക. സോ Audi 2008 വന്നൊരു ടൈം ഉണ്ടായിരുന്നു. Audi A4 ആയിട്ട് വന്നൊരു ലൈക്ക് Audi അതിന് മുന്നേ ഇനീഷ്യലി A4 ഒക്കെ കൊണ്ടുവന്നിരുന്നെങ്കിലും 2008 വന്ന Audi A4 വാസ് അടിപൊളി. ലൈക്ക് ബിൽഡ് ക്വാളിറ്റി നൈസ്. എന്ന് വെച്ചാൽ BMW ബെൻസ് ഒക്കെ ആ സമയത്ത് ഭയങ്കര എന്താ പറയാ ഫീച്ചറും ഇല്ല, ഒരു ഭയങ്കര ഒരു ബേസിക് ആയിട്ടൊരു ഇതായിരുന്നു. ആ സമയത്ത് ഓടിയാണ് പ്രീമിയം ഫീലും പ്രീമിയം ഇതും കൊണ്ടുവന്നു. സ്റ്റൈലിംഗ് ആയാലും ഒരു എഞ്ചിനീയറിംഗ് ക്രാഫ്റ്റ് ഒക്കെ എല്ലാം ഒരു ഔട്ട്സ്റ്റാൻഡിംഗ്. ഇപ്പോഴും ജെന്റിൽമെൻ ലുക്കിംഗ് കാറാണ് അല്ലേ? അതെ. BMW ആയാലും ഇപ്പോ ഡിസൈൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കിഡ്നി ഗ്രിൽ, ഇനി ഫ്യൂച്ചറിൽ കിഡ്നി ഗ്രിൽ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. BMW യുടെ ഡിസൈൻ ഫിലോസഫി മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് പേഴ്സണലി എനിക്ക് BMW നോടുള്ള ഇഷ്ടം പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഡിസൈൻ ഫിലോസഫി കാരണം. എന്നാലും Audi ഈ സമയത്തും ഏറ്റവും ബെസ്റ്റ് ലുക്കിംഗ് ആണ് ഇപ്പോഴും. അവര് ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിലിംഗ് ക്യാരക്ടർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോഴും ഏത് Audi കണ്ടാലും അത് പഴക്കം തോന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഡിസൈൻസ് വലിയ വ്യത്യാസം. അതുകൊണ്ട് ഒരു കാരണം കൂടി ആയിരിക്കും അല്ലെ Audi കുറെയൊക്കെ ഡിസ്കണ്ടിന്യൂ ആയത്. സോ 2014 Audi A3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അപ്പൊ ഇതിനോടകം തന്നെ ഇപ്പൊ ഇതിന്റെ ഒരു 3 ജനറേഷൻ മാറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഡിസൈൻ വൈസ് വലിയ ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു കോമ്പാക്ട് സെഡാൻ ആയിട്ടല്ലേ. ഇതിന്റെ ക്യാബ്രിയോല ഉണ്ട്, അത് നല്ല രസമാണ്. അതുപോലെയുള്ള ക്രേസി ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സും ഒരു മോഡൽസ് ഒക്കെ Audi മാത്രമേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ക്യാബ്രിയോല ആയാലും കൂപ്പേ ഡിസൈൻ എല്ലാം. നമുക്ക് ഈ ഫ്രണ്ട് കുറച്ച് ലോവേർഡ് ആയതുകൊണ്ട് ക്യാബ്രിയോളറ്റിന് കൂടി ആ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്. അതുകൊണ്ട് ഇത് പ്രസൻസും ഭംഗിയറിയാം കാണാൻ വേണ്ടി. ആ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കണ കാണാൻ നല്ല രസമാണ്. ലൈക്ക് ലോവർ ആയിട്ട് ഡിസൈനിങ് തുടങ്ങാല്ലേ? ഡിസൈൻ തുടങ്ങാം. സോ ഹെഡ്ലൈറ്റ്സ് ഫുൾ സെനോൺ LED ലൈറ്റ്സ് ആണ്. പ്രൊജക്ടർ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ. രാത്രി ആ കട്ട് ഈ LED DRL പോണ കാണാൻ ഭയങ്കര ഭംഗി. കംപ്ലീറ്റ് LED അല്ല, പക്ഷെ അതെ സ്റ്റാൻഡ്സ് ഔട്ട്. ഇപ്പൊ പ്രീമിയം പ്ലസ് പറഞ്ഞൊരു വേരിയന്റ് ആണ്. ഇതിന്റെ S ലൈൻ ഉണ്ട് അല്ലേ, ടെക്നോളജി ഉണ്ട്. പിന്നെ ഗ്രില്ലും കാണാൻ ടിപ്പിക്കൽ Audi അല്ലേ. ആ Audi ഡിസൈനിലൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല, ടിപ്പിക്കൽ ഡിസൈൻ തന്നെ. ഗ്രില്ല് നല്ല ഭംഗിയുണ്ട്, ഒരു ക്രോം ഗാർണിഷ് ഒക്കെ കൊടുത്തിട്ട് ഒരു നീറ്റ് ലുക്ക്. പിന്നെ ഹുഡ് കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ. ഫുൾ നീ വണ്ടിയിൽ ശ്രദ്ധിച്ചോ, ഫുൾ ഷാർപ്പ് ലൈൻസ് ആണ് എല്ലാവിടെ. ഷാർപ്പ് ലൈൻസ് ആണ് എല്ലാ ജർമ്മൻ കാർസിന്റെ ഒരു അതെ നീഷ് ക്വാളിറ്റി ആണ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട്. പിന്നെ ഫോഗ് ലാമ്പ് ഒന്നും വരുന്നില്ല, കാണാൻ തന്നെ നല്ല ഭംഗി. ഇതിലേക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വണ്ടിയാണ്, ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ഫ്ലാറ്റിലുള്ള എന്റെ നെയ്ബർ ആദിത്യ. അപ്പോ അവൻ ഭയങ്കര ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ആളാ. അപ്പൊ ഭയങ്കര ഡ്രൈവറാണ്, ഭയങ്കര എക്സ്റ്റാറ്റിക് ഡ്രൈവറാണ്. ലൈക്ക് ഈ വണ്ടിയൊക്കെ അവൻ ഇങ്ങനെ എടുത്താ പോണത്. പ്രീവിയസ് കാർ ഓൺ ചെയ്താലും ജെറ്റ് ആയിരുന്നു, പഴയ ജെറ്റ്, പമ്പ് ഡ്യൂസ് എഞ്ചിൻ വന്ന ജെറ്റ്. അതുകൊണ്ട് തന്നെയാണ് അവൻ Audi ചൂസ് ചെയ്തത്. ഹാൻഡ്ലിംഗ് സൈഡ് വ്യൂലേക്ക് പോവാ. വീൽ ബേസ് എന്ത് ചെറുതല്ലേ, 16 ഇഞ്ച് ടയേഴ്സ് ആണ്. 205 55 പ്രൊഫൈൽ. അല്ല ഞാൻ പറയാം, വീൽ ബേസ് എന്ത് ചെറുതാ, കുറച്ചും കൂടി കൊള്ളാവുന്ന രീതിയിലാണ് എന്റെ ഒരു ആർച്ച് ഒക്കെ വന്നിരിക്കുന്നത്. 17 ഇഞ്ച് വരെ പൊക്കോളും. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പൊ ലക്ഷറി കാർ ആണെങ്കിലും നിങ്ങൾക്ക് ഈസിലി കൊണ്ടു നടക്കാം ഇവിടുത്തെ കണ്ടീഷൻസിൽ. ഈവൻ ഇതിന്റെ ഒരു ഷാർപ്പ് കട്ട്സ് ആൻഡ് ക്രീസസ്, ഇതിന്റെ ലൈൻസ് ഒക്കെ മുമ്പ് പറഞ്ഞ വീലാർച്ച് കുറച്ച് പൊങ്ങി വരുന്ന നല്ല ഭംഗിയുണ്ട്. പിന്നെ സ്കേർട്ടിംഗ് കാണാൻ നല്ല രസമുണ്ട്. എല്ലാം ഷാർപ്പാണ്, ഷാർപ്പ് ലൈൻസ് ആണ് പോയിരിക്കുന്നത്. ഇവിടെ ക്രോം ഇൻസേർട്സ് കൊടുത്തിരിക്കുന്നുണ്ട്, ഒരു ബൗണ്ടറി പോലെ കവർ ചെയ്ത് പ്രീമിയം ഫീൽ ഉണ്ട്. കുറച്ച് ഗ്ലാസ് കുറച്ച് ടിൻഡഡ് ഫീൽ ഉണ്ട് അല്ലേ ഗ്ലാസ്. പിന്നെ ഇതിന്റെ ഡോസ് എല്ലാം റിക്വസ്റ്റ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ടോപ്പ് എല്ലാ സ്പെക്കിലും. ഇതിലിപ്പോ റിക്വസ്റ്റ് സെൻസർ ഇല്ല. മിറർ ആണ് എന്ത് ഭംഗിയല്ലേ, കുട്ടി മിറർ. പക്ഷെ ആ ഷേപ്പിന് അവർക്ക് ഒരു സ്പേസിംഗ് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു എയറോഡൈനാമിക് ബിറ്റിന്റെ ഒരു ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോ ആ ഷാർപ്പ് ലൈൻസ് ഇവിടെയും പോയിട്ടുണ്ട്, കണ്ടിന്യൂഷൻ വന്നിട്ടുണ്ട് ആ ഒരു ഡിസൈനിൽ. ഇതെന്ന് വെച്ചാൽ പുറത്ത് ഹാച്ച് ബാക്കും ഉണ്ട് ഇതിന്റെ S3 പറഞ്ഞിട്ട്. ആ ഒരു ഡിസൈനും കൂടി കൊടുക്കണല്ലോ. പിന്നെ ഇതിന്റെ ലൈറ്റ്സ് ഒക്കെ ഒരു ടിപ്പിക്കൽ Audi സ്റ്റൈലിംഗ്, ആ ഒരു
അതെ. ലീഫ് ടൈപ്പ് സ്റ്റൈലിംഗ് ആണ് കാണാൻ. ഇത് പക്ഷെ പ്രീമിയം പ്ലസ് ആയതുകൊണ്ട് ഹാലജനാണ്, ഫുൾ ഹാലജൻ. ഹാലജൻസ് ആണ്. മറ്റേ സ്വൈപ്പിംഗ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പ്രീമിയം പ്ലസ് മറ്റേ ടെക്നോളജി ലൈനിലേക്ക് എടുക്കുമ്പോൾ. 35 TDI ബാജിങ് കസ്റ്റമൈസ് ചെയ്തൊരു നമ്പർ പ്ലേറ്റ് ആണ്. ഇതാണ്. പിന്നെ സെൻസേഴ്സ്, പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിലും ഉണ്ട്, ഫോറിലും ഉണ്ട്, ഇവിടെ ബാക്കിലും പാർക്കിംഗ് സെൻസർ. അഡാപ്റ്റബിൾ ഗൈഡ് ലൈൻസ് എല്ലാം ഉണ്ട്, എല്ലാ വാർണിംഗ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അതെ. പിന്നെ ബൂട്ട് സ്പേസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം അടിപൊളി ബൂട്ട് സ്പേസ്, നല്ല ഡീപ്പാണ്. ഇതന്നെ ഇപ്പൊ ഇത്രയും ഞങ്ങൾ ഇട്ടിട്ടും ബൂട്ട് സ്പേസ് ഉള്ളിലോട്ട് നല്ലോണ്ട്. ഇതൊരു കോമ്പാക്ട് സെഡാനായിട്ടാണ് ഇത്ര അവർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു എഞ്ചിനീയറിംഗ് ഭയങ്കര അല്ലേ, സ്പേസ് എഞ്ചിനീയറിംഗ് ചെയ്തു. ഇവിടെ മറ്റേ ഇതിന്റെ അകത്തേലും കുറെ ഇവിടെ അതെ നമുക്ക് ഇങ്ങനെ തൂക്കിടുന്ന സാധനങ്ങളൊക്കെ ഹാങ്ങിങ്, അവിടെ ടൂൾ കിറ്റ്സ് വെക്കാം, വാർണിംഗ് ട്രയാങ്കിൾ എല്ലാം ട്രയാങ്കിൾ ഉണ്ട്. പിന്നെ ഓട്ടോ ക്ലോസ് ഇല്ല, അത് നമ്മൾ തിരിച്ചടയ്ക്കാനോ. കുറച്ചുകൂടെ കൂടിയ മോഡൽസിലാണ് ഓടി കൊടുക്കുന്നത്. ഇതിന്റെ ഒരു ഫ്യൂൽ ടാങ്കിലേക്ക് വരുമ്പോ 50 ലിറ്റർ ടാങ്ക് ഉണ്ട് അത്യാവശ്യം. പിന്നെ മൈലേജ് ഉണ്ടായോണ്ട് ലൈക്ക് ഈ ടാങ്ക് മതി. സ്പേസ് 50 ലിറ്റർ. ക്ലെവർ ബിറ്റ് ആയിട്ട് തോന്നിയ ഒരു ഹോൾ ആഡ്ബ്ലൂ കൊടുക്കുന്ന ഒരു ലൈക്ക് ഇത് BS4 കാറാണ്. അപ്പോ BS6 വരുമ്പോ ആഡ്ബ്ലൂ അവിടെ വരും. അതെ. പിന്നെ A3 ഇല്ലല്ലോ, ഡിസ്കണ്ടിന്യൂ ചെയ്തില്ലേ. എഞ്ചിൻ ബേയിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്പണിംഗ് തന്നെ ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്, പ്രോപ്പർ ഇൻസുലേഷൻ ഉണ്ട്. അതെ. ഇവിടെ അകത്ത് തന്നെ ഒരു അലൂമിനിയം ഒരു ഡാമ്പിംഗ് കുറയ്ക്കാനും ഒരു ഇൻസുലേഷൻ കിട്ടാനൊക്കെ വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കോമ്പാക്ട് സെഡാനായോണ്ട് എഞ്ചിന്റെ സൈസ് ശരിക്കും അറിയണ്ടല്ലേ. സോ അത് സ്പെക്ക് പറയുകയാണെങ്കിൽ 2 ലിറ്റർ TDI ആണ്, നമ്മുടെ ഫേവറേറ്റ് എഞ്ചിൻ തന്നെയാണ്. 143 bhp ആൻഡ് 320 Nm ടോർക്ക്. അത്യാവശ്യം ഭയങ്കര പവർ ആണ്. DSG ഗിയർ ബോക്സ് ആണ്, 6 സ്പീഡ്. അതിന്റെ ഒരു പവർ ഉണ്ട്. പിന്നെ അതിന് ഇതിന്റെ എഞ്ചിനോട്ട് കേൾക്കാനും ഭയങ്കര രസമാണ്. റെവ് ചെയ്യുമ്പോ പുറത്തുനിന്ന് ഒരാൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ആ സൗണ്ട് എഞ്ചിനോട്ട് അടിപൊളിയാണ്. ഡീസൽ ആയിട്ടും സർപ്രൈസിംഗ്ലി ഇനിയൊരു ഡീസൽ എഞ്ചിൻ വാഗ് ഗ്രൂപ്പിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല, അറിയില്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളല്ലേ. ബാക്കി ഇന്റീരിയർ എന്ത് ഫീലല്ലേ, ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും നല്ല സോഫ്റ്റ് ഹാർഡ്. ഇവിടെ ഒരു ഇത് കൊടുത്തിരിക്കുന്നു, ഇവിടെ ക്വാർട്ടറിനൊരു സ്പേസ് കൊടുത്ത പോലെ പ്രോപ്പർ. ആ സ്റ്റിയറിംഗ് എന്ത് കാണാൻ ഭംഗി. അതല്ലോ POV അടിപൊളി. ഇതിന്റെ S-ലൈനിലും ടെക്നോളജി വേരിയൻസിലും വെർച്വൽ കോക്പിറ്റ് വരുന്നു. പിന്നെ ഇവിടെ ലൈറ്റ്സ് വരുന്നുണ്ട്, LED ലൈറ്റ്സ് വരുന്നുണ്ട്. വാനിറ്റി മിറേഴ്സ് തുറക്കുമ്പോൾ ഇവിടെ ലൈറ്റ് LED ലൈറ്റ്സ് അവിടെ അപ്പുറത്തും ഉണ്ട്. ഓട്ടോ ഡിമിംഗ് ആയാലും പിന്നെ സൺറൂഫ് ആയാലും വൺ ടച്ച് ആണല്ലേ. അല്ല ഒന്ന് ഭയങ്കര ചൂടാണ്. പിന്നെ ഇവിടെ ആ ബീജ് കൊടുക്കാത്തോണ്ട് നല്ലൊരു നമുക്ക് എന്താ പറയാ ചളിയാവില്ല അധികം. പിന്നെ ഗ്ലൗ ബോക്സ് ആണെങ്കിൽ അത് സോഫ്റ്റ് ആയിട്ട് തന്നെ കാണാൻ ഭംഗിയുണ്ട്. നല്ല ഇവിടെ ടെക്സ്ചർ കൊടുത്തിട്ട് നല്ല ഭംഗി. ഇവിടെ ഒരു CD പ്ലെയറും ക്ലവർ ടച്ച്. അത് ആ ഇറങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെയും അവർ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ ബോട്ടിൽ വെക്കാം, അവിടെ പിടിക്കാൻ. പിന്നെ ആംറസ്റ്റ് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇടാനൊക്കെ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിലും നമ്മുടെ ഈ കൺട്രോൾസ് ഒക്കെ ഇവിടെയാണ്, മീഡിയ എല്ലാം. ഈവൻ ഈ ഒരു സെഗ്മെന്റ് ഫസ്റ്റ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വന്നത് തന്നെ ഇവരാന്ന് തോന്നുന്നു. ബെൻസിനും ഉണ്ടാവും, പക്ഷെ BMW കണ്ടിട്ടില്ല. ഓടി പണ്ടേ കൊണ്ടുവന്നത്. പിന്നെ ഈ ടർബൈൻ എയർ വെന്റ്സ് കാണാൻ ഭംഗിയുണ്ട്. എല്ലാ ഫിസിക്കൽ കൺട്രോൾസ്, ടാക്ടൈൽ ഫീല്, നല്ല ടാക്ടൈൽ ഫീൽ ഉണ്ട്. ആ കളർ കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ഫിനിഷിംഗ് കൊടുത്തത്. ഈ കളർ ഇവിടെ കൂളിംഗ്, ഇവിടെ ഹീറ്റർ ഓൺ ചെയ്യാൻ പ്രോപ്പർ. ഇവിടെ രണ്ട് നമുക്ക് ഇത് വെക്കാം, കപ്പ് ഹോൾഡേഴ്സ് വെക്കാം. ഇവിടെ ഒരു സിഗരറ്റ് ലൈറ്റർ ഉണ്ട്. പാർക്കിംഗ് ബ്രേക്സിന്റെ സെൻസേഴ്സ് എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനും, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം. പിന്നെ ഈ ഒരു MMI ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെ ഒരു സെപ്പറേറ്റ് സ്വിച്ച് തന്നെ ഇവിടെ കൊടുത്തു. നല്ല രസമല്ലേ കാണാൻ. ഒരു ഫ്ലോട്ടിംഗ് നല്ല ഡിസൈനാണ്. പിന്നെ ഏത് പാട്ട് വെച്ചു അതൊക്കെ ഇവിടെ കാണിക്കും. ടയർ പ്രഷർ മോണിറ്ററിംഗ് കാണിക്കും. എല്ലാം സംഭവങ്ങളും ഉണ്ട്. ആവശ്യമുള്ളല്ലോ. ഫീച്ചേഴ്സ് ഓവർ ആയിട്ടില്ല. അങ്ങനെയാണ് ബെൻസ് CL എടുക്കേണ്ടി വരുന്നത്. പിന്നെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ക്രൂസ് കൺട്രോള് അതിപ്പുറത്ത് കൊടുത്തതല്ല, ഇന്റഗ്രേഷൻ കൊടുത്തത് സെപ്പറേറ്റ് ഒരു. പിന്നെ താഴത്തേക്കും ലൈക്ക് റീച്ച് ഉണ്ട്, ടെലിസ്കോപ്പിക് ഉണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട് അവര്. ഓവറോൾ നൈസ് ഫീലിംഗ് അല്ലേ. പിന്നെ ഗിയർ കാണുന്നത് ഭംഗിയല്ലേ, ആ ഷേപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ നോക്കുമ്പോ ക്ലാരിറ്റി ഓക്കെ, ലൈക്ക് ഒരു പ്രീമിയം കാറിന് കുറച്ചുകൂടി ക്വാളിറ്റി ആവാം ക്യാമറ. പിന്നെ സെൻസേഴ്സ് പിന്നെ സെൻസേഴ്സ് നമ്മൾ നിയർ ആവുമ്പോൾ ഇവിടെ കാണിക്കും, ഇൻഡിക്കേഷൻ കാണിക്കും. ഈവൻ അതിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു 4 സെൻസേഴ്സിനെ മീൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന അതൊരു നല്ലൊരു ഇതാണ് അത്. ഓവറോൾ ഗുഡ് ക്യാബിൻ അല്ലേ. സോ ഡ്രൈവിംഗ് ഇംപ്രഷൻ നല്ല ലോ ടു ദ ഫ്ലോർ അല്ലേ. നമ്മുടെ മറ്റേ ഈ ക്യാബ്രിയോലെറ്റ് ഉണ്ടല്ലോ ഇതിന്റെ, അപ്പൊ ആ ഒരു ലുക്ക് സ്റ്റാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഈവൻ ഓടിയാലും ഇന്ത്യയില് ഇതിന്റെ ക്യാബ്രിയോളയും ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, ലോഞ്ച് ചെയ്തിട്ടുണ്ട്, സെയിം വീൽ ബേസ് ഒക്കെ തന്നെ. അതെ. സോ DSG ഗിയർ ബോക്സ്, അതാണ് ഇതിലൊരു വേറൊരു ഹൈലൈറ്റ് സാധനം. എസ്ട്രോണിക് എന്നാണ് ഓടി വിളിക്കുക, പക്ഷെ DCT തന്നെ. ഇത് 6 സ്പീഡ് DCT ആണ്. പാഡൽ ഷിഫ്റ്റേഴ്സിന്റെ ഒരു കുറവ് തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പുറത്തേക്ക് കിട്ടാൻ മാനുവൽ ഷിഫ്റ്റിംഗ് ഉണ്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ. പിന്നെ സസ്പെൻഷൻ, അടിപൊളി സസ്പെൻഷൻ. ലൈക്ക് നമ്മുടെ ആ ഈ ജംസ് ഒക്കെ അത് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട്. ഈവൻ നമ്മള് ഒരു നോയ്സോ ഒന്നും ജർക്കിനെസോ ഒന്നും ഡ്രാമി നമ്മൾ അറിയുന്നില്ല. ഭയങ്കര ഇൻസുലേറ്റഡ് ആണ്, ഭയങ്കര റൈഡ് നല്ല കംഫർട്ടബിൾ ആണ്. ഈവൻ നമ്മള് എന്തൂസിയാസ്ലി ഡ്രൈവ് ചെയ്യുമ്പില്ലേ, നമ്മള് ലെയിൻ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്താലും വണ്ടി ഭയങ്കര ഗ്ലൂ ടു ദ റോഡാണ്. സ്റ്റിക്ക് ഇങ്ങനെ നമ്മൾ എടുത്ത് മാറ്റണ പോലെയാണ് വണ്ടിയുടെ ഒരു ഹാൻഡ്ലിങ്. പിന്നെ ആ ടിപ്പിക്കൽ ആ ഒരു ജർമ്മൻ കാറിന്റെ ആ ഒരു അനലോഗ് കോൺഫിഗറേഷനിലെ സ്റ്റൈല്. ഇവിടെ തന്നെ കുറെ നമുക്ക് നാവിഗേഷൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം, ഓരോന്നും. ഇവിടെ ഓഡോമീറ്റർ, ലൈവ് മൈലേജ് കാണിക്കും. ഇതിപ്പോ പ്രീമിയം പ്ലസ് അല്ലേ? ഇതിപ്പോ പ്രീമിയം പ്ലസ് ആണ്. ഇതിന്റെ ഒരു ടോപ്പ് വേരിയന്റ് ടെക്നോളജി ഉണ്ട്. പിന്നെ എസ് ലൈൻ ഉണ്ട്. 2 എഞ്ചിനാണ്, ഒരെണ്ണം 1.4 ലിറ്റർ പെട്രോളും, പിന്നെ അത് 2 ലിറ്റർ TDI. ഓയിൽ കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നു. പക്ഷെ 1.4 ലിറ്റർ അത്ര ഓയിൽ കൺസംഷൻ ഇഷ്യൂസ് പറയില്ല എന്ന് പറയും. ഇതിന് മുന്നേ ഇറങ്ങിയ ഓടിയ പ്രീ ഫേസ് ലിഫ്റ്റ്, അത് 1.8 ആയിരുന്നു നമ്മുടെ. അതിൽ ഇഷ്യൂസ് കുറച്ചുണ്ടായിരുന്നു. 1.4 ആക്കിയപ്പോ മൈലേജും കൂടി, ക്ലെയിംഡ് 17 ഒക്കെ പറയണം, പക്ഷെ റിയൽ വേൾഡ് ഒരു 12-13 ആ റേഞ്ച് കിട്ടും. ഇത് ഈസിലി 20 കിട്ടും ഹൈവേസിൽ, പക്ഷെ സിറ്റിയിൽ നമുക്ക് 11 കിട്ടും. ബിക്കോസ് DSG അല്ലേ, കുറച്ചുകൂടിയും അത്ര എക്കോണമിക്കൽ അല്ല. ഇത്രയും പവർ കാരണം നമ്മളത് നെവർ മൈൻഡ്. അതെ, അത്ര നമ്മൾ മൈൻഡ് ചെയ്യില്ല. ജസ്റ്റ് എൻജോയ് ദ റൈഡ്, അതാണ് ഒരു പറയാനുള്ള ഒരു ഫീച്ചർ. അതാണ് മൈലേജ് വേണമെങ്കിൽ മൈലേജ് കിട്ടും. നമ്മൾ പവർ ത്രോട്ടിൽ ഓടിച്ചാൽ നല്ല മൈലേജ് കിട്ടും, 20 മൈലേജ് കിട്ടും. പുഷ് ബാക്ക് ടു ദ സീറ്റ്സ് എന്ന് പറഞ്ഞ ഇതാണ് കറക്റ്റ്. അവിടെ ത്രോട്ടിൽ കൊടുക്കുമ്പോ തന്നെ കേറുന്നത്. പുഷ് ബാക്ക് ടു ദ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ എഞ്ചിനാണ്. അപ്പൊ നമുക്ക് മാനുവലിൽ ഷിഫ്റ്റ് ചെയ്യാം, പ്ലസും മൈനസും. ഇപ്പൊ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ മാനുവൽ കൺട്രോൾസ് തന്നെ. നല്ല പവർ അല്ലേ എഞ്ചിൻ. ഈ DSG കോമ്പിനേഷൻ ഭയങ്കര ഡീസലും ഈ DSG കോമ്പിനേഷൻ, അതാണ് ഇത്ര പവർ. നമ്മൾ ശരിക്കും പുഷ് ബാക്ക് ടു ദ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിന്റെ ആണ്. ഈ കാറിൽ ഇപ്പോ ലൈക്ക് ഒരുപാട് നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻസീവ് ആയിട്ട് പറഞ്ഞു പോകാനില്ലെങ്കിൽ കൂടിയും ഇതിന്റെ ഒരു ഡ്രൈവ്, കംഫർട്ട്, ഒരു സോളിഡ് ഫീൽ, അതാണ് മെയിൻ. ഇതിന്റെ ടയർ ഇത് 16 ഇഞ്ച് റൈഡ് നല്ല റൈഡാ. ഒരുപാട് ഡൗൺ സൈസ് ഇതിന്റെ ഒരു വൃത്തിയോടൊന്നും കാണാനില്ല. വീലാർച്ചൊക്കെ അത്യാവശ്യം ഫീൽഡ് ആണ്, പക്ഷെ വേണമെങ്കിൽ നമുക്കൊരു 17 ഇഞ്ചിലൊക്കെ ലുക്ക് എൻഹാൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് നമുക്ക് സ്റ്റിയറിംഗ് തന്നെ നമുക്ക് നല്ല ഹാൻഡ്ലിംഗ് ഉണ്ട് കേട്ടോ. ഭയങ്കര റെസ്പോൺസ് സ്റ്റിയറിംഗ് നമ്മള് ഹാൻഡിൽ ചെയ്യും. അതിന്റെ ടേൺ എടുത്ത് കഴിയുമ്പോൾ ആ സെന്ററിംഗ് ആയാലും ഒക്കെ പെർഫെക്റ്റ്, ഒരു മിസ്റ്റേക്സ് ഇല്ല അതില്. പിന്നെ ഈ കാറിന്റെ ഒരു ഡിസൈൻ ആയാലും ഒട്ടും ഡേറ്റഡ് ആണെന്ന് പറയില്ല ഒരിക്കലും. ഭയങ്കര അപ്ഡേറ്റഡ്. അതാണ് ഓടി ഗുണം. ഏത് ഓടി വാങ്ങിയാലും ഡേറ്റഡ് ഫീൽ ഒന്നും ഇല്ല. എന്നുവെച്ചാൽ അവരുടെ ഡിസൈൻ അങ്ങനെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഡിസ്കണ്ടിന്യൂ ആവാൻ ഒരു കാരണം കൂടി ആയത്. ഫീച്ചേഴ്സും കുറഞ്ഞു. സീറ്റ്സിനെ പറ്റി പറയല്ലേ? സീറ്റ്സ് നല്ല സീറ്റ്സ് ആണ്. ബോൾസ്റ്ററിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ്. ഒരു ടാൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ബ്രൗൺ ലെതർ. പിന്നെ നല്ല, പക്ഷെ ചൂടത്ത് ഹീറ്റ് ആവും ലെതർ ആയതുകൊണ്ട്. വെന്റിലേഷന്റെ ഒരു കുറവുണ്ട്. എയർ വെന്റിലേഷൻ വേണം, സീറ്റ് വെന്റിലേഷൻ ഇല്ല. പിന്നെ ഓടി പിന്നെ ആ ഒരു കംഫർട്ട് ആയാലും നമ്മൾ ലൈക്ക് ഒരു കാർ ഒന്ന് വെട്ടിച്ചെടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു ബോബ്ലിംഗ് ഒന്നുമില്ല. നമ്മൾ ആ സീറ്റിൽ ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് അങ്ങനെ ഇരിക്കും. പിന്നെ ഈവൻ ഡോർ ഹാൻഡിൽസിന്റെ ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഡ്യുവൽ ടോൺ, ഒരുപാട് ബ്രൗൺ കൊടുത്ത ഡാർക്ക് ബ്രൗൺ, അത് പ്രീമിയം ഫീൽ ഉണ്ട്. ഡാർക്ക് ബ്രൗൺ കൊണ്ടുവന്നത് 8.3 സെക്കൻഡ്സ് ആണല്ലേ 0 to 100 പറയുന്നത്. 8 സെക്കൻഡ്സിൽ ക്ലോക്ക് ചെയ്യും. അത് നമുക്ക് കണ്ടറിയാം, എന്താ വെച്ചാൽ അത്ര പവറാ വണ്ടി. ഈ ഗിയർ ബോക്സ് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇതിന്റെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ CLA മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ വേണമെങ്കിൽ ഒരു 2 സീരീസും ഉണ്ടെന്ന് പറയാം. പക്ഷെ നമുക്ക് ഇതിന്റെ ബാക്ക് സീറ്റ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നീ പറയണം. CLA ആ ഒരു റിയറിലേക്ക് വരുമ്പോ ഒരു ഹെഡിന്റെ ഏരിയ കുറച്ച് കുറവാണ്. നമുക്ക് ഇതിന്റെ ബാക്ക് സീറ്റ് ചെക്കൗട്ട് ചെയ്യാം. എടാ, അപ്പൊ ഇതിന്റെ ഒരു ഇന്റീരിയറിലേക്ക് റിയർ സീറ്റിന്റെ കംഫർട്ട് പറയുകയാണെങ്കിൽ കയറി ഇരുന്നപ്പോ തന്നെ ഒരു പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ്. ലൈക്ക് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ മെൽറ്റ് ആയി പോകുന്ന പറയില്ല, അതുപോലത്തെ ഒരു ലോ ഫ്ലോർ ഫീലാണ്. ഈവൻ കൺവീനിയൻസിനൊന്നും ഒരു കുറവില്ല. ഒരു സ്കൂപ്പ് ഔട്ട് സീറ്റ് ബാക്ക്,
ഇവൻ ഡോർ ഹാൻഡിൽസിന്റെ ഈ ഒരു ഫിനിഷ്, നമുക്ക് ഒരു ഇരിക്കാനുള്ള കംഫർട്ട്, എല്ലാ ടച്ച് മെറ്റീരിയൽസ് എല്ലാം സോഫ്റ്റ് ടച്ച് ആണ്. ഈവൻ വിൻഡോ ലൈൻ അങ്ങനെ കേറി പോയിട്ടില്ല. നല്ല ഈ വാഗ് ഗ്രൂപ്പ് ആണെന്ന് ഒരുപാട് കോട്ട് ഹാങ്ങേഴ്സും ബിസിനസ് ആൾക്കാരെ മേടിക്കുള്ളൂ അവർക്ക്. പിന്നെ ഒരു പടിൽ ലാമ്പ് ലൈറ്റിംഗ്, റിയർ AC വെന്റ്സ്, ചാർജർ 12 വോൾട്ടിന്റെ, പിന്നെ ഈവൻ ഒരു ആംബ്രസ്റ്റ് നല്ലൊരു കംഫർട്ട് ആംഗിൾ. അതെ, പിൻ കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ കൊടുത്ത് ഇന്റഗ്രേറ്റ് 6 എയർ ബാഗ്സ് ഉണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. ജർമ്മൻ എപ്പോഴും ആ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് എപ്പോഴും ബെസ്റ്റ് ആണ്. അതെ. പിന്നെ നമുക്കിത് ഈ പ്രീ ഓൺഡ് ആൾക്കാർക്ക് തന്നെ അത് മേടിക്കാൻ പറ്റും. പ്രീ ഓൺഡ് കിട്ടും. അവർക്ക് വേണ്ടിയിട്ടുള്ള സജഷൻ എന്ന് പറയുമ്പോൾ ഇതിനിപ്പോ 2 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്, 3 എഞ്ചിൻ ഓപ്ഷൻസ് ആക്ച്വലി ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നല്ലേ. അതെ. ഷോർട്ട് റൺ ആൾക്കാരാണെങ്കിൽ 1.4 TFSI എടുക്കാം. സിലിണ്ടർ ഡീആക്ടിവേഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് മൈലേജ് അത്ര മോശമൊന്നും പറയാനില്ല. നല്ല ഹെവി റൺ ആണെന്നുണ്ടെങ്കിൽ this is one to go. അതെ, കാരണം നല്ല ഓട്ടം ഉണ്ടെങ്കിൽ ഡീസൽ തന്നെ എടുക്കാം. നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യാം ടേക്ക് ദ 2 ലിറ്റർ. അത്രയും കെയർ ഫ്രീ ആണ്, വർക്ക്ഹോഴ്സ് എഞ്ചിൻ ആണ്. പിന്നെ ഇതിന് അധികം ഫീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അധികം സെൻസേഴ്സ് പോകാനും ഇല്ല. ഇഷ്യൂസ് ഒന്നും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. DSG ഗിയർ ബോക്സ് കുറച്ച് കെയർ കൊടുക്കുക, പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത് ടൈംലി സർവീസില് ട്രാൻസ്മിഷൻ ഓയിൽ എല്ലാം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്ന ഓയിൽ പമ്പിന്റെ ഒരു ഇഷ്യൂ പക്ക സർവീസ് ചെയ്താൽ ഒരു പ്രശ്നവും വരില്ല. വണ്ടി ഇങ്ങനെ ഓടിക്കോളും. വർക്ക്ഹോഴ്സ് തന്നെയാണ് ഈ എഞ്ചിൻ. നമുക്കൊരു കൺക്ലൂഡ് ചെയ്യാം, വേർഡിക്ലേക്ക് വരാം. സോ കൺക്ലൂഡ് ചെയ്യാല്ലേ, ഈ വണ്ടി ലൈക്ക് പ്രീ ഓൺഡ് അപ്പൊ കിട്ടത്തുള്ളൂ. അപ്പോ 23-27 lakhs. പക്ഷെ ഈ വണ്ടി ഭയങ്കര റെയർ അപ്പൊ കിട്ടാൻ. ഈ ഫേസ് ലിഫ്റ്റഡ് A3 2015 കണ്ടീഷനിൽ കിട്ടുന്നതിന് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. മോസ്റ്റ്ലി ഒരു സർവീസ് പ്രോപ്പർ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് വരാവുന്ന ഒരു മോഡൽ കൂടിയാണ്. പിന്നെ സർവീസ് പാക്കേജ് എക്സ്ട്രാ എടുക്കാം അല്ലേ. ഇപ്പോ പീസ്ഫുൾ ആയിട്ട് നമുക്ക് വണ്ടി ഓടിച്ചെടുക്കാം. ഇഷ്യൂസ് അധികം ഓവർ സെൻസേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അടിച്ചു പോകാനൊന്നുമില്ല. പ്രോപ്പർ സർവീസ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. പിന്നെ പറയുകയാണെങ്കിൽ പ്രോപ്പർ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുക, ഫീച്ചേഴ്സ് അധികം വേണ്ട, അന്ന് ഒരു പ്രീമിയം കാർ വേണം, ഈസി ടു ഓൺ ഒരു പ്രീമിയം കാർ വേണമെങ്കിൽ A3 ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ടാണ് ഞങ്ങളുടെ ഒരു റെക്കമെൻഡേഷൻ. അല്ലേ, കൊണ്ട് നടക്കാനായാലും ഒരു ഡ്രൈവ് ഫീൽ ആസ്വദിക്കാൻ ദ ബെസ്റ്റ് കാർ ടു ലൈക്ക് ബിഗിൻ വിത്ത് ജർമ്മൻ. ഒരു വോൾസ്വാഗൻ എടുക്കണേക്കാളും ഒരു പ്രീമിയം വേണമെന്നാണെങ്കിൽ Audi A3 എടുക്കാം. അധികം ടെൻഷൻ ഒന്നും ഇല്ല അത് എടുത്തു കഴിഞ്ഞാൽ. ഇപ്പൊ അല്ലെ റെയർ കാറും കൂടിയാണ്. അത്രേ ഉള്ളൂ. താങ്ക് യു. സോ ഹേ ഗൈസ്, അതായിരുന്നു നമ്മുടെ Audi A3യുടെ റിവ്യൂ. Big thanks to Aditya, Ashwin's friend, for giving out his Audi for the review. ഇതുപോലത്തെ ഇനി വീഡിയോസും ചെറിയ ഷോർട്സും കാണാനായി ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. BMW റിവ്യൂ വീഡിയോ കാണാനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. And we'll see you guys in the next one.